ഹലോ ഫ്രണ്ട്സ്, സോ വെൽക്കം ടു അനദർ വ്ളോഗ്. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി കുറച്ചധികം ക്ലീനിങ് ആവാം. പതിവില്ലാത്ത കാര്യങ്ങളാണെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി നമുക്കിതൊക്കെ ചെയ്യാം ഗൈസ്. മോർണിംഗ് എണീറ്റപാട് ബെഡൊന്നും ക്ലീൻ ചെയ്യണം എന്നുള്ള സ്വഭാവമൊന്നും എനിക്കില്ല. സോ നമുക്ക് സ്റ്റഡി ഏരിയയാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ബെഡ് ക്ലീൻ ചെയ്ത് വെക്കാം. ബെഡ്, ബെഡ്ഷീറ്റ്, റൂം, കിച്ചൺ ഒന്നും ക്ലീൻ ആക്കൽ എൻ്റെ ഡ്യൂട്ടിയല്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയ 1 മുതൽ തുടങ്ങണം. അത്രയും പെർഫെക്റ്റ് ആക്കണം. അപ്പോൾ എനിക്ക് കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഞാൻ അതുമൊക്കെ ഇറങ്ങി തിരിക്കാറേ ഇല്ല. ബട്ട് ഇന്ന് നമുക്കത് ചെയ്യണം. ബിക്കോസ് ഫസ്റ്റ് ഡേ ആണ്, വെക്കേഷന് ഫസ്റ്റ് ഡേ ആണ്. എക്സാമൊക്കെ കഴിഞ്ഞ് എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെ വൃത്തിയാക്കാനൊന്നും നിൽക്കത്തില്ല. ഒക്കെ തോന്നി കൊടുത്താവും പേപ്പേഴ്സൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ക്ലീൻ ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ എക്സാമിനുള്ള പഠിക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് ഈ റൂം ഫുള്ളി ഞാൻ കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ്. അനോസിൻ്റെ റോ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീരത്തില്ല. കുറേ ബുക്സൊക്കെ തോന്നിയ പോലെ ഡ്രസ്സ് അതിലേറെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ ലാസ്റ്റ് എക്സാം ഇന്നാണ്. സോ ഐ തിങ്ക് അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവളുടെ ഷെയർ അവൾ എടുത്ത് ചെയ്തോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർമലി ഞാൻ ഓർഗനൈസേഴ്സ് ഒന്നും ഞാൻ സെറ്റ് ചെയ്യാറില്ല. വല്ല ബോക്സസ് ഒക്കെ കിട്ടിയാലും ഞാൻ അതിലിങ്ങനെ ഇട്ട് വെക്കാറാണ് പതിവ്. ഇത്രയും പെൻസ് ഞാൻ ഉപയോഗിച്ച് തീർന്നത്, ഇങ്കൊക്കെ തീർന്നിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് എടുത്ത് വെക്കുന്ന പെൻസാണ്. അതൊക്കെ ഒന്ന് കളയണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അതിങ്ങനെ എടുത്ത് വെക്കണം. എനിക്കുള്ള നോട്ട്സിൽ ബുക്സിനേക്കാളും കൂടുതൽ പേപ്പേഴ്സ് ആവും. ബിക്കോസ് ബുക്സൊക്കെ സ്കൂളിലെ നോട്ട്സ് അവർ തന്നെ, ടീച്ചേഴ്സ് തന്നെ നോട്ട്സാണ്. പേപ്പേഴ്സൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് എഴുതിയെടുക്കുന്നതാണ്. അപ്പോൾ കൂടുതലും എനിക്ക് പേപ്പേഴ്സ് ആവും. ഞാൻ കാണിക്കുന്ന ഈ പിങ്ക് ഷീറ്റ് 10th എൻ്റെ പ്രോഗ്രസ് കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഒരു എഫേർട്ടിൻ്റെ ഒക്കെ നമുക്ക് കിട്ടിയ റിവാർഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മാർക്സും ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാർഡിൽ. ഓൺ എക്സാമിൻ്റെത്, അതിന് മുൻപുണ്ടായിരുന്ന പ്രീ ടെസ്റ്റ്, അങ്ങനെ എല്ലാ എക്സാമും പബ്ലിക് എക്സാമിൽ കിട്ടാൻ ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് പിന്നെ പബ്ലിക് എക്സാമിൽ കിട്ടിയ ഫുൾ A+. അതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതിയെടുത്ത് വെച്ചതാണ്. ഫ്രണ്ട്സ്, അതിൻ്റെ ഇടയിൽ നമുക്ക് കറണ്ട് ബില്ല് വന്ന് നമുക്ക് വാഷിംഗ് മെഷീനെ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് കറണ്ട് ബില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാവുന്നൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി വലിയൊരു കണ്ടനാണ്. ഇപ്പോൾ ഗസ് ചെയ്യും ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കറണ്ട് ബില്ല് വന്ന് എത്ര ഗസ് ചെയ്യും, ടൈം എന്തായി അനുസേ? അപ്പോൾ അനു സോറി ഗസ് ചെയ്യും. ഫുള്ളൊരു ഗസ്സിങ്ങിലാണ്. എന്നോട് ചോദിച്ചു എത്രയാണ് കറണ്ട് ബില്ല് ഗസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഉമ്മയുടെ സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുകയാണല്ലോ. അപ്പോൾ എന്താ വന്ന് കറണ്ട് ബില്ല് അന്ന് ഗസ് ചെയ്യും. ഞാൻ ഗസ് ചെയ്ത ഒരു 800 ഒക്കെ ആയിരുന്നു. അപ്പോൾ അത്രയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 600 ബിലോ ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. വാഷിംഗ് മെഷീൻ കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ. ഇതിന് മുന്നേ എനിക്ക് 800ഉം കറണ്ട് ബില്ല് കുറയ്ക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം ഞാനാണ് ഇവിടെ കൂടുതൽ ലൈറ്റും ഫാനും അതും ഇതെല്ലാം ഇട്ട് വെക്കാറ്. അപ്പോൾ കുഞ്ഞോളിവിടെ കറണ്ട് ബില്ല് കൂടിയെന്ന് എപ്പോഴും പറയും. ഗൈസ്, അതിൽ കാണുന്ന ഡയറി എൻ്റെ പേഴ്സണൽ ഡയറിയാണ്. അതിൽ ഞാൻ എൻ്റെ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഹാപ്പി മൊമെൻറ്റ്സും സാഡ് മൊമെൻറ്റ്സും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരാളോട് തുടരുതെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുക ഡോണ്ട് ടച്ച് മീ എന്നൊക്കെ. ഇതിൻ്റെ പേഴ്സണൽ ഡയറിയാണ്. അത് ആർക്കും ഞാൻ എടുക്കാനും കൊടുക്കാറില്ല. മാത്സും അക്കൗണ്ടൻസിയും എക്കണോമിക്സും ഒക്കെ ഇങ്ങനെ എഴുതി പഠിക്കാനുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ 1 കിലോയുടെ ഇങ്ങനെ പേപ്പർ കെട്ടായിട്ട് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കാറാണ് പതിവ്. അതാണ് ഇത്രയും പേപ്പേഴ്സ്. എല്ലാ കാര്യത്തിനും അതിൽ നിന്ന് ഇങ്ങനെ പേപ്പേഴ്സ് എടുക്കും. ഇപ്പോൾ ടൈം ടേബിൾ എഴുതാനും എല്ലാ കാര്യത്തിനും അതിങ്ങനെ പേപ്പർ എടുക്കും. ഈവൻ പഴംപൊരി പൊരിച്ചിടാനും കൂടി ഓയിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ പേപ്പറിന് പകരം യൂസ് ചെയ്യുന്ന പേപ്പറാണ്. അപ്പം അങ്ങനെ അത് തീർന്നു. ഇനി നെക്സ്റ്റ് ടൈം വാങ്ങിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് ഇത്രയും പേപ്പേഴ്സ്. അത് ഞാൻ വേണ്ടാത്ത പേപ്പേഴ്സൊക്കെ ഒരു കവറിലിട്ടു. ഇടയ്ക്കിടയ്ക്ക് കോഴി പോകും. പിന്നെ നമ്മൾ കുട്ടീസിൻ്റെ പെൻസിൽസൊക്കെ ഞാനൊന്ന് ഷാർപ്പ് ചെയ്തിട്ട് എടുത്തു വെച്ചു. ഇനി ക്ലാസ്സൊക്കെ തുറന്നിട്ടാവും അവർ പെൻസൊക്കെ എടുക്കുന്നുണ്ടാവുക. എൻ്റെ പെൻ ഹോൾഡർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാറായിരിക്കണേ. ഇപ്പം തൽക്കാലം അത് മതി. അപ്പോൾ ഞാൻ എൻ്റെ സാധനമൊക്കെ പെറുക്കി അതിൻ്റെ ഉള്ളിലിട്ടു. എനിക്ക് വല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനൊരു പൗച്ചിലിട്ട് വെച്ചു. പിന്നെ എൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പല ബോക്സും ആയിരിക്കും ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പം കവർ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യായിരുന്നത്. വെച്ച ബുക്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. കുറച്ച് ബുക്സ് തന്നെ കുറച്ചേ ഉള്ളൂ. എനിക്ക് പേപ്പേഴ്സാണ് കുറേ ഉള്ളത്.
ഇമ്പ്രൂവ്മെൻറ്റിലുള്ള ബുക്സൊക്കെ ഞാനിങ്ങനെ സെപ്പറേറ്റ് വെക്കുകയാണ്. കുറച്ചധികം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. 3 സബ്ജക്റ്റ് നമുക്ക് ചെയ്യാം. ഞാൻ 3 ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസിയും ഇംഗ്ലീഷും ബിസിനസ് സ്റ്റഡീസുമാണ് ചെയ്യുന്നത്. ബിസിനസ്സൊക്കെ എനിക്ക് ടഫാണ്. ബിക്കോസ് ഭയങ്കര തിയറി പേപ്പറല്ല, അതൊന്നും നമുക്ക് എല്ലാതും കണ്ട് യോജിക്കത്തില്ല ഞാനും ബിസിനസ്സും. അതിപ്പോൾ നമുക്ക് ബിസിനസ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ +1 ബുക്സൊക്കെ ഞാൻ ഒരു സൈഡിലും അല്ലാത്തത് മറ്റു സൈഡിലുമാണ്. ഞാൻ ഈ കാണിച്ച ബുക്സൊക്കെ എൻ്റെ അസൈൻമെൻറ്റ്സ് ആണ്. മാത്സിനും അക്കൗണ്ടൻസിക്കൊക്കെ 2-3 നോട്ട് അസൈൻമെൻറ്റ് നോട്ട്സാണ്. +2 എല്ലാത്തിനും എനിക്ക് ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. എക്കണോമിക്സ് മാത്രമാണ് മിസ്സിന് ടെക്സ്റ്റ് നിർബന്ധം. അപ്പോൾ ഇതിന് മാത്രമുള്ള ടെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യലുള്ളൂ. ബിസിനസ്സും അക്കൗണ്ടൻസി വേണമെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാം. അതിനൊന്നുമില്ല ടൈം ഉണ്ടാകത്തില്ല. നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ എക്സാമിന് വേണം. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ ഞാൻ അത്ര വലിയ പഠിപ്പിയൊന്നുമല്ല. ഞാൻ ഈ കാണിച്ച ബുക്സ് നമ്മുടെ കുഡീസിൻ്റെയാണ്. അവർ ഹോംവർക്കൊക്കെ ചെയ്യുന്ന ഡൈനിങ് ഹാളിലായതുകൊണ്ട് അവിടുത്തെ എല്ലാ ബുക്സും ഞങ്ങളുടെ റൂമൊക്കെ കൂടുന്നപ്പോൾ അതിൽ പെട്ടതാണ്. അത് നമുക്ക് അവരുടെ റൂമിൽ കൊണ്ടുവെക്കാം. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് കടന്നു. ഡ്രസ്സസ് ഫുള്ളി ഡിസോർഡറിലാണ്. അത് നമുക്ക് ഒരു തല മുതൽ ക്ലീൻ ചെയ്യാനാണ്. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതും കണ്ട് എടുക്കും. ബാക്കിയതെല്ലാം ചക്ര കൂട്ടാനായിട്ട് അവിടെ തന്നെ കിടപ്പുണ്ടാവും. അങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ വെച്ച് ഒരു കുറേ ഡ്രസ്സ് എനിക്ക് അടക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കൂടി ഒന്ന് മടക്കി പെറുക്കി വെച്ചു. ഈ കവറിൻ്റെ ഗെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഡ്രസ്സോ വേറെ വല്ല സാധനങ്ങളോ ആയിരിക്കുന്നോ. ഒന്നുമല്ല, ഫുൾ വേസ്റ്റ് പേപ്പേഴ്സാണ്. ഞാൻ ഇങ്ങനെ പേപ്പേഴ്സ് ഇങ്ങനെ എടുത്തു നോക്കും, എങ്ങാനും ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഒക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ചൂലൊക്കെ എടുത്ത് വന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്തു, അടിച്ചു വാരിയിട്ടു. കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നത്, ബുക്സൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് അതിലുള്ള പൊട്ടും പൊടിയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു വെച്ചു. ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് ആയതുകൊണ്ടും ബീഫ് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കറിയായ സ്ഥിതിക്ക് നമുക്കത് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ കറിയായിട്ടുള്ളത് എടുത്ത് അതും അപ്പം കൂടി കൂട്ടി കഴിച്ചു. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും ഗുഡായിട്ടിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.